Hi friends, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയൊരു മൂവ്മെന്റ് ഒന്നും നമ്മുടെ മാർക്കറ്റിൽ എക്സ്പയർക്ക് വന്നില്ല. നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി ബുള്ളിഷ് റഫറൻസിനും പിഒസിയുടെ ഭാഗത്ത് ഇടയ്ക്ക് തന്നെ കളിച്ചു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബുള്ളിഷ് ഒന്ന് ആദ്യം മോർണിംഗിൽ അല്ല, ബുള്ളിഷിന്റെ ഭാഗത്തല്ല, പിഒസിയുടെ ഭാഗത്ത് തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ചു. വലിയ മൂവ്മെന്റ് ഒന്നും ബാങ്ക് നിഫ്റ്റിക്ക് വന്നിട്ടില്ല. മിഡ് ക്യാപ് നിഫ്റ്റി നോക്കുമ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റി പിഒസിക്കും ബുള്ളിഷ് റഫറൻസിനും ഇടയ്ക്ക് നിന്ന് കളിച്ചല്ലാതെ വലിയൊരു മൂവ്മെന്റ് മിഡ് ക്യാപ്പിൽ നിന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇന്നൊരു നോൺ ഈവന്റ് എന്ന രീതിയിലാണ് നമ്മളെ മാർക്കറ്റൊക്കെ പോയത്. ഒരു വലിയൊരു മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടില്ല. ആ വരാത്തത് കാരണം നമ്മുടെ റെഫറൻസ് ലെവലിനൊന്നും മാറ്റമില്ല. ആകെപ്പാടെ ഒരു ചേഞ്ചസ് വരുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിന്റെ പിഒസി നിൽക്കുന്നത് 12,855 ഭാഗത്താണ് പിഒസി. സോ ആ പിഒസി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നു. 12,855 ഭാഗത്താണ് പിഒസി നിൽക്കുന്നത്. ഈ ബുള്ളിഷ് റഫറൻസ് സെയിം ആണ്. 12,900 മുകളിൽ ബൈ ആണ്. 979, 13,027, 13,070 ഭാഗത്തേക്ക് വരാം. 12,800 പൊട്ടുകയാണെങ്കിൽ 12,771, 12,700, 12,640 ഈ ഭാഗത്തേക്ക് തന്നെ വരാം. സെയിം ലെവലാണ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം ഇന്ന് കൊടുത്ത എന്താണോ ആ ലെവലിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് നാളത്തേക്കുള്ള എല്ലാ ലെവലും വരുന്നത്. അതേസമയം നമ്മുടെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്കും അങ്ങനെ വലിയൊരു മാറ്റങ്ങളുള്ള ഒരു എക്സ്പയറി ഒന്നല്ല. പക്ക ഒരു പ്രീമിയം 876 ഭാഗത്തേക്ക് വന്നു. നിഫ്റ്റിയുടെ പിഒസി വന്നിരിക്കുന്നത് 24,849 ഭാഗം. സോ ആ ഒരു പിഒസിക്ക് മാത്രമേ ഒരു ചലനമുള്ളൂ. 24,849 പിഒസി മാത്രമേ മാറിയിട്ടുള്ളൂ. 24,849 ഭാഗത്താണ് പിഒസി നിൽക്കുന്നത്. ആ പിഒസി മാർക്ക് ചെയ്തു. ബുള്ളിഷ് റഫറൻസ് ഇപ്പോഴും 24,885 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ബൈ ആണ്. അങ്ങനെ 24,930, 24,980, 25,040. ബെയറിഷ് 24,750 താഴെ, 24,670, 24,600, 24,540 ഭാഗത്തേക്കാണ്. സെയിം ലെവൽ, ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലും ഒരു റെഫറൻസ് ലെവലിലും മാറ്റമില്ല. ബുള്ളിഷ് റഫറൻസ് സെയിം ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ പിഒസിക്ക് മാത്രമേ ഒരു മാറ്റമുള്ളൂ. 54,156 ഭാഗത്താണ് പിഒസി. 196, 54,196 ഭാഗത്താണ് പിഒസി. ഞാൻ ആ പിഒസി ഒന്നും ഞാൻ മാത്രം മാറ്റിയിരുന്നു. 54,196 ഭാഗത്താണ് പിഒസി. ബുള്ളിഷ് റഫറൻസ് ഇപ്പോഴും 54,445 മുകളിൽ ബൈ ആണ്. 54,610, 54,766, 54,900, 53,956 താഴെ സെല്ലാണ്. 53,732, 53,550, 53,400. ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും മിഡ് ക്യാപ് നിഫ്റ്റിയുടെയും എല്ലാ ലെവലും. ഒരു ലെവലിനും ഒരു മാറ്റവും ഇല്ല. മാർക്കറ്റ് ഈ ലെവൽ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വലിയ ന്യൂസുകളോ ഒരു കാര്യങ്ങളോ നമ്മളെ മാർക്കറ്റില്ല. പ്യൂർലി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. സോ ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക. എൻ്റെ നമ്മളെ പ്രീ മാർക്കറ്റ് വീഡിയോ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വ്യൂ ആണ്. വലിയൊരു മൂവ്മെന്റ് നടക്കാത്ത മാർക്കറ്റ് ആയതുകൊണ്ട് ഒന്നും ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല. നാളത്തേക്കുള്ള മാർക്കറ്റിലെ മൂവ്മെന്റ് സെയിം ആ രീതിയിലേക്ക് നിൽക്കും. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. സെയിം ലെവൽ ആയതുകൊണ്ട് പിഒസിക്ക് മാത്രമേ മാറ്റമുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.